മാർഗമാർഗന്റെ നാലുപട്ടണം നലങ്കപട്ടണം ശ്രീരംഗപട്ടണം ചീരാപട്ടണം ഗോവിന്ദപട്ടണം ഗോപാലപട്ടണം എട്ടുപട്ടണം പുതുപ്പട്ടണം 72 വാണവരെക്കാളും ചെയ്തു. കോരേ എന്റെ പടവനായനയും പടവനായ പിള്ളപ്പുറവും നാഗരമണ്ഡ തമ്മരീശമയും ശേഖരം കിടന്ന എന്റെ ഇത്രയാവട്ടിയാർ പരദേവവും ഒരേ അങ്ങനെ നിലവിന്ന് പോരുന്നൊരു കാലത്ത് അല്ല കോരെ അന്നേരം തോന്നിയിട്ട് ഒത്തിയെടുത്തി കൊയിലാമത്തെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളവർ ഒത്തു കൽപ്പിച്ചു. അല്ല കോരെ ഒരേ എന്റെ സഖ്യമയുണ്ടത് കണ്ണച്ചാ മൃഗങ്ങളാണ് ക്ഷീണിച്ചിരിക്കുന്നത് ശ്രമിച്ചില്ലേ? പാരം പാരം ദുഃഖിച്ചു പോയി എന്ന് കേളൻ. എന്തുകൊണ്ട്? പണിയെടുപ്പാണെന്നൊക്കെ പണിയായുധമില്ലല്ലോ കോരെ. അന്ന് പാരം പാരം ആയുധമില്ല ദുഃഖിച്ചു. അന്നെന്റെ കണ്ണച്ചാ മൃതപുരാൻ 7 ഭാരം ഇരുമ്പും ഉരുക്കം കൊണ്ട് എനിക്കൊരു ഉന്നത്തിയായി തീർത്തുന്നു. കോരേ 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 ഭാരമുണ്ടോ ഇതിന്? പരീക്ഷണം ഇല്ലല്ലോ അല്ലേ? ഇത് കർമ്മമുഖത്ത് എനിക്ക് വിളിച്ചിരിക്കുന്ന പടം. ഇതിന്റെ ഫലവീതി അളക്കാൻ സാധിക്കൂലല്ലോ അല്ല കോരേ. 7 ഭാരം ഇരുമ്പ് ഉരുക്കം കൊണ്ട് എന്റെ കണ്ണച്ചാ മൃതപുരാൻ ഒരു ഉങ്കത്തിയാണ് പ്രതിനിധിത്വം. വളരെ സന്തോഷിച്ചു വന്നു ഞാൻ. ആയുധം ലഭിച്ചാലെന്നാ വേണ്ടി കുറെ പ്രവൃത്തിയെടുക്കണം അല്ലേ? ഇനി അതല്ലേ പ്രവർത്തിക്കേണ്ടത്. അന്നെന്റെ നേരെ എടുത്തേക്ക് പെടുതായിരിക്കുന്ന പടിഞ്ഞാറ്റകത്ത് വെച്ചത് ഒരു മുക്കിട്ടിക്കള്ളും ഒന്നാറാക്കും മനസ്സ് വന്നു. ഒരു കുറ്റി കുടിച്ചിട്ട് കുറെ ഒരു കുറ്റി മാറാപ്പും കെട്ടികളൻ അല്ലേ? കേട്ടുകളി അനവധി ഉണ്ടല്ലോ എന്റെ തിരുനാപുരത്വം അല്ല കുറെ. അന്ന് നേരെ എടുത്ത് പെടുതായിരിക്കുന്ന പടിഞ്ഞാറ്റകത്ത് ഒരു മുക്കിട്ടിക്കള്ളും ഒന്നാറാക്കും മനസ്സ് വന്നിന്. ഒരു കുറ്റി കുടിച്ചിട്ട് 2 കുറ്റി മാറാവ് കെട്ടിന്. കൊണ്ടാ കുടിക്കാൻ എന്താ മുക്കിട്ടിക്കള്ള മുന്നാറാപ്പുണ്ട കൊറേ കൊണ്ട ചൊല്ലി വിട്ടതല്ലേ? എന്റെ കണച്ചാ നിർമ്മൻ അതിനാണല്ലോ എന്നെ കൽപ്പിച്ച് അയച്ചത്. ആ കൃഷിയോഗ്യമായിരിക്കുന്ന ഭൂമിയാകെ വരണം. ഇനി എന്താ വേണ്ടത്? വളം കൂട്ടണം. അന്ന് ഞായറാഴ്ച ഒറ്റച്ചേരമായിരുന്നു. കൊറേ നാടിയെടുക്ക് ഞാൻ ചിരിച്ചു വെച്ചു. നാടിയെടുക്ക് ഞാൻ തീയും കൊടുത്തു പോയി. അന്ന് അഗ്നിയും വായുവും കോപിച്ച ഒരു കാലമായിരുന്നു. കൊറേ അഗ്നിയും വായുവും കോപിച്ചാലോ തടുക്കാൻ സാധിക്കൂല അല്ലേ? വായുവിനനുസരിച്ച് അഗ്നി വളർന്നു പിടിച്ചാൽ അല്ലേ തടുക്കാൻ ഒരു മനുഷ്യരാശി കൊണ്ട് സാധിക്കോ? പഞ്ചഭൂതങ്ങൾ എടുക്കാൻ സാധിക്കൂലല്ലോ അല്ലേ? കൊറേ അല്ലേ അഗ്നി ജലം ഭൂമി വായു ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ അടക്കാൻ മനുഷ്യബലം കൊണ്ട് സാധിക്കൂലല്ലോ അല്ലേ? അന്ന് ഞാൻ മനുഷ്യനാണ്. അന്ന് അഗ്നിയും വായുവും കോപിച്ചൊരു കാലമായിരുന്നു. അഗ്നി വളർന്നു പിടിച്ചു അല്ലേ? കാട്ടുതീ വളർന്നതുപോലെ അഗ്നിഭാരം വളർന്നു പിടിച്ച കാലത്ത് എങ്ങാനും പോകാൻ എനിക്ക് വഴി കാണുന്നില്ല. കൊറേ ജീവരക്ഷാർത്ഥം ഞാൻ കാട്ടിലൂടെ പരക്കം വാങ്ങേ. എന്റെ പ്രാണൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പ്രാണരക്ഷാർത്ഥം കാട്ടിലൂടെ പരക്കം വാങ്ങു. എങ്ങാനും പോകാൻ ഒരു വഴി കാണുന്നില്ല. കൊറേ അന്ന് കാണുന്നല്ലോ കാട്ടിൽ കരിനെല്ലി എന്ന മരം. കരിനെല്ലി മരത്തിന്റെ മുകളിലേക്ക് ഞാൻ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു കയറി. അന്ന് എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ട് വിരിക്കുന്നല്ലോ കാളിയെന്നും കരിവേലെന്നും 2 സർപ്പത്താന്മാര് അന്നേ കൊറേ എന്നെക്കാളും പേടിച്ചുകൊണ്ട് അതെ അവരുടെ ജീവനും ഭയന്നുകൊണ്ട് ഞങ്ങൾ പോലും അഗ്നിയിലൂടെ അഗ്നിപ്രപഞ്ചമായി മാറി